നമസ്കാരം. മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ഷെയ്ൻ നിഗം. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്റെ അഭിനയ മികവ് കൊണ്ട് ഒട്ടേറെ ആരാധകരെ നേടിയെടുക്കുകയും വിജയിച്ച കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാവുകയും ചെയ്ത പ്രതിഭ കൂടിയാണ് ഷെയ്ൻ. എന്നാൽ പല വിവാദങ്ങളിലും താരം മുൻപ് തന്നെ ചെന്നുപെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു അഭിമുഖ പരിപാടിയിൽ ഉണ്ണി മുകുന്ദനെ പരിഹസിക്കുന്ന രീതിയിൽ ഷെയ്ൻ സംസാരിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അതിന്റെ അലയൊലികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഷൈനിന്റെ ഏതൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഷെയ്ൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതൊരു ചിത്രം പങ്കുവച്ചാലും അതിന് കീഴിലായി ഇതുമായി താരതമ്യപ്പെടുത്തി ഒരുപാട് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലധികവും ഷെയ്നിനെതിരെ തിരിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നടൻ ബൈജു സന്തോഷും ഷെയ്ൻ നിഗമും തമ്മിലുള്ള ഒരു സംഭാഷണവും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായ മദ്രാസ്കാരൻ എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടും അതിന്റെ റിലീസ് തിരക്കുകൾക്കും ഇടയിലും ഷെയ്ൻ ബൈജുവുമായി സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ ഷെയ്ൻ നിഗത്തെ പലരും വിമർശിക്കുകയാണ്. താരത്തിൻ്റെത് അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ് എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ബൈജുവിനോട് മദ്രാസ്കാരൻ എന്ന ചിത്രത്തെക്കുറിച്ച് ഷെയ്ൻ പറയുമ്പോൾ അങ്ങനെ ഒരു ചിത്രം എപ്പോൾ വന്നു എന്നായിരുന്നു താരം നൽകിയ മറുപടി. ഇത് കേവലം കുശലാന്വേഷണമായിട്ടായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചത്. പക്ഷേ ആരാധകർ അത് അങ്ങനെ വെറുതെ വിട്ടില്ല. അവർ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു. എന്തായാലും ആരാധകർക്ക് ഷെയ്നിനെ പരിഹസിക്കാൻ വലിയൊരു കാരണമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഷെയ്നിനോട് താൻ മാർക്കോ ഒന്ന് കാണാൻ വന്നതാണെന്നും ബൈജു വീഡിയോയിൽ പറയുന്നുണ്ട്. ഷൂട്ടിംഗ് തിരക്കിലാണെന്നും ബൈജു പറയുന്നുണ്ട്. മദ്രാസ്കാരൻ കാണാൻ മറക്കരുത് എന്നും ഷെയ്ൻ പറയുന്നുണ്ട്. ഇതിനാണ് ബൈജു ചിരിച്ചുകൊണ്ട് തമിഴ് സിനിമയിൽ എപ്പോഴും അഭിനയിച്ചു, ഇതൊക്കെ എപ്പോഴായിരുന്നു എന്നുള്ള ചോദ്യം മറുപടിയായി നൽകിയത്. ഇതിന് പിന്നാലെ വീഡിയോയ്ക്ക് താഴെ ഷെയ്ൻ നിഗത്തെ പരിഹസിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് വന്നത്. കൂടാതെ ആറാട്ടണ്ണൻ എന്ന് പറയപ്പെടുന്ന സന്തോഷ് വർക്കിക്കൊപ്പം ഷെയ്ൻ നിഗം സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോയിലും ഒട്ടേറെ പേരാണ് സമാനമായ കമന്റുകളുമായി എത്തിയത്. ബൈജു ഷെയ്ൻ നിഗത്തെ നാറ്റിച്ചു വിട്ടു, പണ്ട് പറഞ്ഞതൊക്കെ ഓർക്കണം, കർമ്മ എന്നൊക്കെയുണ്ട്, ഇത്രയും ഒരു അഹങ്കാരി സിനിമാ ഫീൽഡിൽ ഇല്ല, അങ്ങനെയൊക്കെയാണ് പലരും തങ്ങളുടെ പരിഹാസങ്ങളൊക്കെ അറിയിച്ചത് കമന്റിലൂടെ. മുൻപ് ഉണ്ണി മുകുന്ദനെ ഷെയ്ൻ നിഗം അപമാനിച്ച വിഷയമാണ് കൂടുതലും ഇപ്പോൾ പലരും എടുത്തിടുന്നത്. ഒരു പാവം ചെറുപ്പക്കാരനെ പരിഹസിക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. മാർക്കോ പാൻ ഇന്ത്യൻ ലെവലിൽ വമ്പൻ ഹിറ്റായെന്നും ഷെയ്നിന്റെ പടം പൊട്ടിയെന്നും ഒക്കെ ഉള്ള കമന്റുകൾ ഏറെയും നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതേസമയം RDX എന്ന സിനിമയുടെ റിലീസ് വേളയിൽ ഷെയ്ൻ നിഗം ഉണ്ണി മുകുന്ദനെതിരെ നടത്തിയ മോശം പരാമർശങ്ങളാണ് പലരും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയുടെ പേരിൽ ദ്വയാർത്ഥം ചേർത്തുകൊണ്ടായിരുന്നു ഷെയ്നിന്റെ പരിഹാസമെന്ന്. ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു പിന്നീട് കാരണമായത്. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ഷെയ്ൻ അനുഭവിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായം പറയുന്നത്.